Good morning, YouTube. Assalamu alaikum. What's up, peeps? Hope everyone is sound, safe, and good. Alhamdulillah. Welcome back to my vlog. Finally, ഞാനങ്ങനെ റിയാദിൽ ടച്ച് ഡൗൺ ചെയ്തു. 2 ദിവസം മുന്നേ 27 ടു ബി പ്രിസൈസ്. ഞാൻ കാഠ്മണ്ഡുവിൽ നിന്ന് ദമാമിൽ ലാൻഡ് ചെയ്തു. ദമാമിൽ നിന്ന് റിയാദിലേക്ക് ബൈ റോഡ് വന്നു. സോ ഈ ഒരു വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഇന്ത്യയിൽ നിന്ന് നേപ്പാൾ വഴി സൗദിയിലെത്തിയതിൻ്റെ ഒരു ഗ്ലിംസ്, പിന്നെ എന്തുകൊണ്ട് ഒമാനും ബാക്കിയുള്ള രാജ്യങ്ങളും സെലക്ട് ചെയ്തില്ല എന്നുള്ള ഒരു ഡിസ്കഷൻ. ഈ വീഡിയോ ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഫസ്റ്റ് ഇടുന്നത്. നേപ്പാളിലെ ബാക്കി എക്സ്പ്ലോറേഷൻ ഓഫ് നേപ്പാൾ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം സൗദിയിലേക്ക് വരാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് ഓപ്ഷൻസ് UAE ദുബായ് ഉണ്ടായിരുന്നു, പിന്നെ ഒമാൻ മസ്കറ്റ് ഉണ്ടായിരുന്നു, ബഹ്റൈൻ. ഇതായിരുന്നു എൻ്റെ പ്രൈമറി ആയിട്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ്. ഈ 3 ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടുന്ന് വരാനുള്ളതിന് വേണ്ടിയിട്ട് വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു. ഓൾ ഓഫ് സഡൻ ടിക്കറ്റ് ഇന്ന് രാത്രി ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോരാൻ ഇറങ്ങുമ്പോൾ, അതായത് മാർച്ച് 10-ാം തീയതി ആണ് എൻ്റെ ടിക്കറ്റ്. 10-ാം തീയതി ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ 9 മണിക്ക് രാത്രി ഞാൻ എയർപോർട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് ഫർഹാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ വന്നിട്ടുണ്ട് എന്നോട് പറയുന്നത്, എടാ ഒന്ന് ആലോചിച്ചിട്ട് വന്നാൽ മതി, ദർ ഈസ് എ റൂമർ ദാറ്റ് സൗദി ഈസ് ഗോണ ബാൻ UAE ട്രാവലേഴ്സ് എന്ന്. അതുപോലെ എൻ്റെ ട്രാവൽ ഏജൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹീസ് ലൈക്ക് മൈ ബ്രദർ. എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ, മിസ്റ്റർ യൂനസ്. പുള്ളിക്കാരനും ആദ്യമേ ഒന്ന് വോൺ ചെയ്തിരുന്നു, എടാ ഒരു റിസ്ക് ഉണ്ട്, അപ്പോൾ ആലോചിച്ചിട്ട് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഫൈനലി എൻഡ് ഓഫ് ദി ഡേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലെറ്റ്സ് ക്യാൻസൽ ഇറ്റ്. ലൈക്ക് ഞാൻ അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്, സൗദി ഈസ് ഗോണ ബാൻ UAE ട്രാവലേഴ്സ് ഫ്രം ഗെറ്റിംഗ് ഇൻ ടു സൗദി അറേബ്യ എന്നുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് പോട്ടെ എന്ന് വെച്ച്. അപ്പോൾ ടിക്കറ്റ് വാസ് ലൈക്ക് $10,000. അതൊരു എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോയാൽ 10 പോവുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഓഫ് ലൈക്ക് ഗിവിങ് അപ്പ്. സോ അപ്പോൾ ഞാൻ ദുബായ് ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നില്ല, കാരണം സൂൺ ആഫ്റ്റർ 15 days മേ ബി ദുബായ് തുറക്കാൻ, അല്ലെങ്കിൽ സൗദി മേ എൻഡ് അപ്പ് ഗിവൻ ചാൻസസ് ഫോർ ദുബായ് ട്രാവലേഴ്സ് ടു ഗെറ്റ് ഇൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നത്. പക്ഷേ ഇല്ല, ഒരു ചാൻസും ഉണ്ടായില്ല. പിന്നുള്ളത് മസ്കറ്റ് ആയിരുന്നു. മസ്കറ്റ് വാസ് ലെജിറ്റിമേറ്റ് ഓപ്ഷൻ. അപ്പോൾ നാട്ടിൽ കുറച്ച് കാര്യങ്ങളുള്ള ഉണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡേറ്റ്സ് തള്ളിപ്പോയി, ഒരു 1 to 2 weeks തള്ളിപ്പോയി. പിന്നെ ഞാൻ രണ്ടാമത് എൻ്റെ ട്രാവൽ റീസ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോഴാണ് ബഹ്റൈൻ ഒരു ഓപ്ഷൻ, പിന്നെ നേപ്പാൾ ഒരു ഓപ്ഷനായി വന്നത്. നേപ്പാൾ അങ്ങനെ ആരും കേട്ടിട്ടുണ്ടായില്ല, ആരും പറഞ്ഞുണ്ടായില്ല നേപ്പാൾ ഈസ് എൻ ഓപ്ഷൻ. പക്ഷേ അതെ, നേപ്പാൾ ഒരു ഓപ്ഷൻ വന്നു. ഇനീഷ്യലി നേപ്പാൾ ഒരു റിസ്കി ഫാക്ടർ ഉണ്ടോ, ഐ മീൻ പ്ലേസ് ദാറ്റ് ഐ നെവർ ബീൻ, ഇതുവരെ പോകാത്തൊരു സ്ഥലം, കറൻസി എന്താണ്, നത്തിങ്. അപ്പോൾ അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യം ഞാനൊരു നേപ്പാൾ പോകണോ എന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, പോകണോ വേണ്ടയോ, ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒമാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുനിഞ്ഞപ്പോഴാണ് പിന്നെ ഒമാനിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ മാൻഡേറ്ററി ആക്കിയത്. അതായത് 14 days യു ഹാവ് ടു പിക്ക് അപ്പ് എ ഹോട്ടൽ. അല്ലെങ്കിൽ ഒമാനിൽ എനിക്ക് ഐ ഹാവ് മൈ കസിൻസ്, എൻ്റെ അങ്കിളുണ്ട്, ഐ ഗോട്ട് മൈ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ പോലെ തന്നെ ഒമാനിലും എവിടെയെങ്കിലും ഐ തോട്ട് ഓഫ് ലൈക്ക് ക്രാഷിംഗ് ഡൗൺ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ വന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എഫക്റ്റ് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനെയാണ്. അതായത് ബഡ്ജറ്റ് വാസ് ഗോയിങ് അപ്പ് ലൈക്ക് റോക്കറ്റ്. സോ നമ്മുടെ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്ന് ഒരുപാട് മേലെ പോയി. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായത് ബഹ്റൈനാണ്. ബഹ്റൈൻ അഗൈൻ ബഡ്ജറ്റ് വാസ് എ ബിഗ് ഹിൻഡ്രൻസ്. ബഡ്ജറ്റ് നോക്കുമ്പോൾ കൊച്ചി ടു ബഹ്റൈൻ ഫ്ലൈറ്റ് വാസ് ബാക്ക് ദെൻ 88,000. ലൈക്ക് കൊച്ചി ടു ബഹ്റൈൻ മാത്രം ഫ്ലൈറ്റ്സ് വരുന്നത്. സോ
അപ്പോൾ നേപ്പാളെ പറ്റി അന്വേഷിക്കുമ്പോൾ the whole budget was like within that range, like including hotel, food and the flights to Saudi. അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചു എന്നാൽ why not Nepal, that's fine, budget was the main hindrance. So നേപ്പാൾ എടുത്തു. നേപ്പാൾ അത്യാവശ്യം നല്ല ഹോട്ടൽസ് ആണ്, ഫോട്ടോസൊക്കെ അയച്ചു തന്നു. യൂനസ് he was so helpful. ലൈക്ക് പുള്ളിക്കാരൻ ട്രാവൽസ് ആണ്, ടിക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു, എനിക്കൊരു ഏജൻസീനെ അറേഞ്ച് ചെയ്ത് തന്നു. ഇനീഷ്യലി ഈ ഏജൻസി ഇരുന്ന സമയത്ത് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഡു ഐ ഹാവ് ടു ഗോ അലോൺ, ലൈക്ക് നമുക്ക് തന്നെ പോണതിന് കുഴപ്പമൊന്നുമില്ല. നേപ്പാൾ ഇസ് എ നെയ്ബറിങ് കൺട്രി, സോ വലിയ പേപ്പർ വർക്ക്സ് ഒന്നുമില്ല, വിസ ഓൺ അറൈവലാണ്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നതിനല്ലേ. സോ അങ്ങനെയൊക്കെ ഒരു തോട്ട് വന്നു. അപ്പോൾ അഗൈൻ യൂനസ്ക എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. മൂപ്പര് പറഞ്ഞു വേണ്ട, ലൈക്ക് ദിസ് ഈസ് മച്ച് മോർ ബെറ്റർ, ലൈക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇടയിലുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ യുൽ ഹാവ് സംബഡി ടു അറ്റ്ലീസ്റ്റ് ഫോർ എ കോൾ, വിളിച്ചാൽ ഒന്ന് ഓടി വന്ന് നോക്കാനെങ്കിലും ഒരാളുണ്ടാവും. സോ അഗൈൻ ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ നേപ്പാൾ വഴി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ബേസിക്കലി എറണാകുളത്തുനിന്നാരും ഉണ്ടായിരുന്നില്ല. പിന്നെ package was offered from Calicut to Delhi and then Nepal. So the Calicut to Nepal via Delhi എന്ന് പറയാം, കാരണം ഫ്ലൈറ്റ്സ് കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ് എപ്പോഴും, ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. സോ ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ പിന്നെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് പോയി. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ്, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പിന്നെ ഡൽഹി പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ ട്രാവൽ ഏജൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ മൊത്തത്തിൽ ഒരു ഐഡിയോളജി തന്നു, ഇങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഡൽഹിയിലൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. സോ ഡൽഹിയിൽ നമ്മൾ രാത്രി എത്തും, നൈറ്റ് യു ക്യാൻ സ്പെൻഡ് അറ്റ് എ ഹോട്ടൽ ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റാണ് കാഠ്മണ്ഡുവിലേക്ക്. സോ ആസ് പെർ ദ പ്ലാൻ എവറിത്തിങ് വാസ് ഗുഡ്. അതൊക്കെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പിറ്റേ ദിവസം ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ട്രാവലിംഗ് തുടങ്ങി. ഫ്ലൈറ്റായിരുന്നു, ഡൽഹി ടു നേപ്പാൾ. ഈവൻ അവിടെ എത്തിയപ്പോൾ അതിന് ശേഷം അറിഞ്ഞു നമുക്ക് ഈവൻ ബൈ റോഡ് പോകാം, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ പാസ്പോർട്ടിൽ സീൽ ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പാസ്പോർട്ടിൽ എൻട്രി വീസ അല്ലെങ്കിൽ അറൈവൽ എൻട്രി മാർക്ക് ചെയ്യേണ്ടത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എന്നാലാണ് സൗദിയിൽ വന്നാൽ we have some proof, like we were there in Nepal for 15 days. ആ ഒരു സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അവിടുന്ന് ട്രാവൽ ഏജൻറ്റ് ഉണ്ടായിരുന്നു, മൂപ്പര് വന്ന് പിക്ക് ചെയ്തു. നാസിർക്കാരുടെ കോൺടാക്റ്റും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യൂനിസ്കാരുടെയും കോൺടാക്റ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ both of them did their job well. അങ്ങനെ പിന്നെ ഹോട്ടലിൽ പോയി സ്ലോലി എല്ലാവരായിട്ടും ഒന്ന് ഇൻട്രാക്ട് ചെയ്തു. ഇറ്റ് വാസ് ഫൺ. ലൈക്ക് ഗ്രൂപ്പായിട്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ ഒറ്റയ്ക്ക് കഴിയുന്നത് നല്ലത്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഒരു ഗ്രൂപ്പിലാവുമ്പോൾ നമുക്ക് പറയാനും സംസാരിക്കാനും പുറത്തു പോകാനും എല്ലാത്തിനും ഒരു കമ്പനി ഉണ്ടാവുമല്ലോ. And Nepal is no big deal, like neighboring country ആണ്. Currency is easy, Hindi can be used, English can be used, it's not a big issue. Nepal is a very good country. Like ഞാൻ വിചാരിച്ചതിലേക്കാൾ ഉപരി നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. ആക്ച്വലി നേപ്പാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദുബായ് പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ യു എയിൽ ഞാൻ എപ്പോൾ ദുബായ് പോകുമ്പോഴും ഞാൻ ഒരു 99% കോൺഫിഡൻസിലാണ് പോകാറ്. കാരണം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഫറാൻ, അവൻ അവിടെ എപ്പോഴും ഉണ്ടാവും. എന്ത് കാര്യത്തിനും അവനുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം ഹീസ് എ വെരി 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 ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹീ വാസ് ദെയർ ഇൻ മൈ വീഡിയോസ് ബിഫോർ. സോ പിന്നെ ഒരു യു എയിൽ ബാക്കി എൻ്റെ കസിൻസും എല്ലാവരും ഉണ്ട്. നമുക്ക് യു എയിൽ മോസ്റ്റ്ലി എല്ലാവർക്കും യു എയിൽ എന്തായാലും ഒരുപാട് പേര് ആൾക്കാരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അപ്പോൾ നേപ്പാളിൽ അങ്ങനെ ആരുമില്ല. ഐ ഹാവ് നെവർ ബീൻ. യു എ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അറബി ആയാലും ഇംഗ്ലീഷ് ആയാലും അപ്പോൾ അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നേപ്പാൾ വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു പെട്ടെന്നുള്ള തീരുമാനം, പെട്ടെന്ന് പോക്ക്, ഇറ്റ് വാസ് ഫൈൻ. സോ അങ്ങനെ നേപ്പാളിലെത്തിയിട്ട് മെയിൻ ഒരു 13 days to be precise was very cool.
like we were exploring, we went to different places and ഒരുപാട് സ്ഥലം കണ്ടു, ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു നേപ്പാളിൽ. 13 ദിവസം അടിപൊളിയായിരുന്നു. 14ാമത്തെ ദിവസം മുതൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, മേ ബി ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ. ലൈക്ക് ഒരു NOC നമ്മൾ മേടിക്കണം, ഇന്ത്യൻ എംബസിന്ന് നമ്മളൊരു NOC മേടിക്കണം. എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്, ബീയിങ് എൻ ഇന്ത്യൻ, നമ്മൾ നേപ്പാളിൽ പോയിട്ട് മൂന്നാമതൊരു രാജ്യത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് India to Nepal to some other place like maybe Saudi or Dubai or Singapore, whatever place. അങ്ങനെ നമ്മളൊരു ഇന്ത്യനാണ്, നമ്മൾ മൂന്നാമതൊരു രാജ്യത്തേക്കാണ് ട്രാവൽ ചെയ്യണത് എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഗെറ്റ് എൻ NOC ഫ്രം ദ എംബസിന്ന്. ഇന്ത്യൻ എംബസി പോയി നമ്മൾ NOC, ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് മേടിക്കണം. എൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ കൊടുക്കാൻ പറ്റി കൊടുക്കാം. നോട്ട് ഷുവർ വെദർ ഐ ഹാവ് ദ പിക്ചർ, ബട്ട് മേ ബി എൻ്റെ ഫ്രണ്ടിൻ്റെ എന്തായാലും ഉണ്ട്, ഹബീബ്, അവൻ്റെ എന്തായാലും ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഹബീബിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് NOC ഇരിക്കുക. പിന്നെ അതായിരുന്നു ഒരു പ്രശ്നം. NOCക്ക് ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, മേ ബി ദേ കുഡ് ഹാവ് ഡൺ സംതിങ് ബെറ്റർ. ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. കാരണം NOCക്ക് ഒരുപാട് ആൾക്കാർ വരുമല്ലോ, ഈ ട്രാവലേഴ്സ് മൊത്തം ഏത് രാജ്യത്തേക്ക്. ഇപ്പം ഞാൻ അവിടെ പോയി കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൗദിയിലേക്ക് മാത്രം പോകുന്ന യാത്രക്കാരല്ല ബേസിക്കലി. വേറെ സിംഗപ്പൂർ, ചൈന, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരും അവിടെ ഉണ്ട്, വയ നേപ്പാൾ പോകാനുണ്ട്. കാരണം ഇന്ത്യൻ ട്രാവലേഴ്സിനെ ബാൻ ചെയ്ത രാജ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ 14 days you'll have to quarantine somewhere else. So Nepal being a cheaper and better option എന്ന് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകി, പക്ഷേ it is very cheaper and better option. അപ്പോൾ അങ്ങനെ പോകാൻ നേപ്പാൾ is the best. അപ്പോൾ ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 13th day NOCക്ക് പോയി, 14th day NOCക്ക് പോയി. 13th day around 6 hours of queue കണ്ടുവന്നു. പക്ഷേ നത്തിങ് ഹാപ്പൻഡ്. എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് അവർ പറഞ്ഞു ദിസ് ഇസ് നോട്ട് ഗോണ ഹാപ്പൻ, ഞങ്ങൾ ഇന്നത്തേക്കുള്ള നിർത്തി. സോ ദേ വർ വർക്കിംഗ് ലൈക്ക് അറൌണ്ട് 6 hours ഓഫ് ഇഷ്യൂയിങ് NOC. ആൻഡ് പിന്നീട് ബാക്കിയുള്ള വർക്കിംഗ് അവേഴ്സിൽ ദേ ആർ പ്രോസസ്സിങ് ഓൾ സ്റ്റഫ്. സോ ടോക്കൺസ് കൊടുക്കുന്നില്ല. സെക്കൻഡ് ഡേ വി ക്യാൻ വെൻറ്റ്. സെക്കൻഡ് ഡേ ക്യൂ ഉണ്ടായിരുന്നു, ബട്ട് വി വർ കംഫർട്ടബിൾ. ലൈക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ്, ഗ്യാരണ്ടി അവർ തന്നതുകൊണ്ട് വി വർ കംഫർട്ടബിൾ. പക്ഷേ അതേ സമയത്ത് നമുക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കിട്ടിയില്ലെങ്കിൽ ലൈക്ക് ഗിവിങ് എൻ NOC is completely the Indian embassy discretion. So Indian embassy പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, that's it, you can't go. പക്ഷേ they were very good. They gave all the details and they were so working hard on the last day. കാരണം ഞാൻ പോരുന്നതിന് ശേഷം, അതായത് ഞാൻ പോരുന്നതിന് ശേഷം 26th അവിടെ 26th വരെ വർക്കിംഗ് ഡേ ഉള്ളൂ. 27, 28, 29 ഒക്കെ ഹോളിഡേ ആണ്. ഹോളി പ്രമാണിച്ചും എല്ലാം കൊണ്ട് ഒരു 3 to 4 days ഹോളിഡേസ് ആണ്. അപ്പോൾ ഈ 3 to 4 days ഉള്ള ട്രാവലേഴ്സിനെ മൊത്തം അവർക്ക് അന്ന് മീറ്റ് ചെയ്യേണ്ടി വന്നു. ദേ കുഡ് ഹാവ് ഡൺ ബെറ്റർ എന്ന് പറയാൻ കാരണം, അതിനു മുന്നേ, അതായത് ഇതിനു മുന്നേ ട്രാവലേഴ്സ് പോയപ്പോൾ, അതായത് 26, 27 ഡേറ്റിലുള്ള ട്രാവലേഴ്സ് 23rd പോയപ്പോൾ എന്ന് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, കം ബാക്ക് again on 24th. 25th ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിനോട് പറഞ്ഞു 24th വരാൻ. സോ they were like pushing towards the end. അതൊരു കാരണമായിരിക്കാം. So anyways, nobody has expected this, and I don't think Indian Embassy of Kathmandu has had a huge amount of travelers or come in just like that. അപ്പോൾ അതിൻ്റെ ഞാൻ അന്നൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ദാറ്റ് വാസ് എ ഫ്ലോപ്പ് ബിക്കോസ് ദ ഫസ്റ്റ് ഡേ ഞാൻ ആദ്യം പോയപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ഫ്ലോപ്പ്. ഒന്നും സംഭവിച്ചില്ല, വെറുതെ ക്യൂവിൽ നിന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അതാണ്. അപ്പോൾ NOCക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് വേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, പിന്നെ നമ്മുടെ നേപ്പാൾ അറൈവൽ എൻട്രി സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടിൻ്റെ പേജിൻ്റെ കോപ്പി, നമ്മുടെ സൗദി ഇക്കാമയുടെ കോപ്പി, സൗദി റീ എൻട്രിയുടെ കോപ്പി. അത് മുഖീമെന്ന് എടുക്കുകയായിരിക്കും ബെറ്റർ, ബിക്കോസ് അവർക്ക് ഇംഗ്ലീഷിലുള്ളതാണ് വേണ്ടത്, അറബിക് അത്ര അവർക്ക് ഓടില്ല. അത്
പിന്നെ അവിടുന്ന് ഒരു ഫോം കിട്ടും. NOCക്ക് ആവശ്യമായ ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ഫോമുകളുണ്ട്. ഒരു ഫോമുണ്ട്, ആ ഫോം ഫില്ല് ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസാണ് NOCക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു 1020 രൂപ ഇന്ത്യൻ എംബസിയുടെ ചാർജ് ഉണ്ട്. 1020 നേപ്പാളി റുപ്പീസ്. 1020 നേപ്പാളി റുപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ മണി അത്രയും വരില്ല. നമ്മുടെ ഇന്ത്യൻ 1000 റുപ്പീസ് എന്ന് പറയുന്നത് നേപ്പാളി 1600 ആണ്. അതായത് 1 ഇന്ത്യൻ റുപ്പി ഗിവ്സ് 1.6 ഓഫ് നേപ്പാളി റുപ്പീസ്. അപ്പോൾ കറൻസി വാല്യൂ ഇന്ത്യൻ റുപ്പി കൂടുതലാണ് നമുക്ക്. അപ്പോൾ അത്രയും ചാർജ് 1020 ഇന്ത്യൻ മണി വരില്ല NOCക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ മണി അവിടെ പിന്നെ അലൗ ചെയ്യില്ല. അതായത് ദേ വോണ്ട് ടേക്ക് ഇൻ റിസീവ് ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ പുറത്ത് പല കടകളിലും നമുക്ക് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യാം. ആസ് ഇൻ ഇപ്പോൾ ടു സേ നമ്മൾ വല്ല ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ചിപ്സോ എന്തെങ്കിലും മേടിക്കുകയെന്നുണ്ടെങ്കിൽ ദിൽ ഡെഫിനറ്റ്ലി ടേക്ക് 500 or 100s ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ബാലൻസ് നേപ്പാളി റുപ്പീസിൽ കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ റീചാർജ് ചെയ്യാൻ ഫോൺ വാസ് ലൈക്ക് സിമ്മിന് 100 നേപ്പാളി റുപ്പീസാണ്, 100 നേപ്പാളി റുപ്പീസാണ് സിമ്മിന് വരിക. പിന്നെ റീചാർജ് വാസ് അബൌട്ട് 499, 10 GB അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പല പാക്കേജസ് ഉണ്ട്. സോ ഇറ്റ് വാസൻറ്റ് സോ എക്സ്പെൻസീവ്. പിന്നെ ഫുഡ് ഭയങ്കരമായി പ്രതീക്ഷിക്കരുത്. ആക്ച്വലി നേപ്പാളിലെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയാൻ ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് കിട്ടിയ അറിവ് cauliflower, potatoes and rice makes the staple food of Nepal എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഹോട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 3 star ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ റേറ്റിംഗിൽ ഇട്ടാ, നോട്ട് ഷുവർ, ബട്ട് ഹോട്ടൽ വാസ് പ്രിറ്റി ഡീസൻറ്റ്. ലൈക്ക് അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. പിന്നെ തണുപ്പാണ് പൊതുവെ. ക്ലൈമറ്റ് ഇസ് ലൈക്ക് between 22-15 may go down to 11 degrees sometimes. സോ ക്ലൈമറ്റ് പൊതുവെ തണുപ്പാണ്. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് നേപ്പാൾ വഴി പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് അച്ചാർ നേപ്പാളിൽ നിന്ന് പൊട്ടിക്കാൻ കെട്ടിയെടുത്ത് വെച്ചോളൂ. അതായിരിക്കും കുറച്ചുകൂടി ഫീസിബിൾ ആവുക. ചോറ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സ്പൈസസ് ആയിട്ടുള്ളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. എന്നാൽ തീരെ സ്പൈസ് കുറഞ്ഞതുമല്ല, പക്ഷെ നമുക്ക് എപ്പോഴും ആ ഫുഡ് അങ്ങോട്ട് ഇതായിക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ ഐ വുഡൻ റെക്കമെൻഡ് മീറ്റ്. ഹലാൽ റെസ്റ്റോറൻറ്റ്സ് കുറവാണ്, ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ ക്ലെൻലിനെസ്സും എല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ വെരി ലെസ് ഇൻ നമ്പേഴ്സ്. പിന്നെ കാഠ്മണ്ഡു ആസ് എ സിറ്റി ഞാൻ മുഴുവൻ എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല, പക്ഷേ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു വിസിറ്റ്. ഈ ബഡ്ജറ്റിൽ സൗദി പോവാൻ നേപ്പാൾ വയ ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ട്രാവൽ ചെയ്യുന്നത് 26th രാത്രി, അതായത് 27 മോർണിംഗ് 2 o'clock എൻ്റെ ഫ്ലൈറ്റ്. ഖത്തർ എയർവേസിലാണ് വന്നത്. എയർപോർട്ട് ഈസ് വെരി വെരി ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള എയർപോർട്ടാണ്. പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇറങ്ങി ആ സമയത്തൊക്കെ ആണെങ്കിൽ ഡിന്നറൊക്കെ കൺസ്യൂം ചെയ്തിട്ട് ഇറങ്ങണമായിരിക്കും നല്ലത് എയർപോർട്ടിലേക്ക്. ഖത്തർ എയർവേസ്. പിന്നെ ദോഹയിൽ 4 to 6 hours ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ദമാമിലേക്ക്, ഫൈനലി സൗദി അറേബ്യ. സോ ഞാനീ പറഞ്ഞ NOCയുടെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുക്കാം, ഈ സ്ക്രീനിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ തരാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ, അതിന് ഉപരി എനിക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അവിടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്, അതായത് കോഴിക്കോട് നിന്ന് പോകുന്നത് മുതൽ സൗദിയിൽ എത്തിയവരുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ വാട്സാപ്പിൽ അയക്കുകയോ പിന്നെ ബാക്കിയുള്ള ഏജൻസിൻ്റെ നമ്പറും ട്രാവൽ ഏജൻസിയുടെയും എല്ലാവരുടെയും നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കി വീഡിയോസ്, നേപ്പാൾ എക്സ്പ്ലോറേഷൻ വീഡിയോസ്, കാലിൻജോക്ക് അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ പോയാൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഞങ്ങൾ ചെറിയൊരു ട്രാവലൊക്കെ നടത്തി. അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സോ tune in, keep supporting, and share, subscribe and comment. I'll see you in the next vlog. Bye-bye. Assalamu alaikum. പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. നാസർക്ക, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ക്വാറന്റീൻ പാക്കേജ് ഹാൻഡിൽ ചെയ്തത് NK നാസർ, NH ഹോളിഡേയ്സ്, മലപ്പുറമുള്ളതാണ്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാസർക്കയാണ് നേപ്പാൾ ക്വാറന്റീൻ പാക്കേജ് ആദ്യമായി തുടങ്ങിയ വ്യക്തി.
അപ്പോൾ ഹീ സൂപ്പർ കൂൾ. എന്തുണ്ടെങ്കിലും സംസാരിക്കാൻ നാസർക്കയായിട്ട് ഏത് വിധത്തിലും നമുക്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരും. യൂനിസ് ബായ് മുഖേനയാണ് ഞാൻ നാസർ ഖാനെ പരിചയപ്പെടുന്നത്. എൻ്റെ ട്രാവൽ ഏജൻറ്റ് യൂനിസ് ബായ് ആയിരുന്നു. അപ്പോൾ ടിക്കറ്റ്സിൻ്റെ പരമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂനിസ് ബായിനെ വിളിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്.